Can you get the lowest prices with 10-minute delivery? Zepto Super Saver has the lowest prices on ഗൈസ് ഇതെൻ്റെ സീക്രട്ട് റൂമാണ്. അണ്ടർഗ്രൗണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഗൈസ് ഇവിടെ സോംബീസാണ് ഗൈസ്, ഫുൾ സോംബീസാണ്. ഗൈസ് ഇവിടെ സെൻട്രൽ ജയിലാണ് ഗൈസ്. ഗൈസ് ഇതാണ് എൻ്റെ ട്രീ ഹൗസ്. ഗൈസ് ഇവിടെ ഇരിക്കാനുള്ള സ്പേസ് മാത്രമേ ഉള്ളൂ ഗൈസ്. ഇതാണ് എൻ്റെ ബുക്ക് ഷെൽഫ്. ഇതിൻ്റെ അടിയിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് എനിക്കറിയില്ല ഗൈസ്, നമുക്ക് നോക്കാം. ഗൈസ് ഇതാണ് ഗൈസ് എൻ്റെ ഫൈനൽ റൂം. ഇത് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് സെറ്റാക്കാം. ഓ മൈ ഗോഡ് ഗൈസ്, ഇത് ഞാൻ പൊട്ടിച്ചാണ് ഗൈസ്. പെട്ടെന്ന് നമുക്കൊരു സ്ഥലം ഉണ്ടാക്കാം ഗൈസ്. ഗൈസ് പെർഫെക്റ്റ് ആണ് ഗൈസ്. ലേറ്റ് ആയിരിക്കും ഗൈസ്. ഓ മൈ ഗോഡ് ഗൈസ്, ക്രീപ്പർ. ഇതിനെ കൊല്ലാം ഗൈസ്. റെസ്റ്റ് ഇൻ പീസ് ഗൈസ്. ഇവിടെ ഒന്നും ചെയ്യണ്ട ഗൈസ്, ഇവിടെ അടയ്ക്കാം. ഇവിടെയാണ് റൂം ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്കിവിടെ മുറിക്കേണ്ട ആവശ്യമുണ്ട്. എന്നിട്ട് നമുക്ക് ഈ നീല ബ്ലോക്ക് തന്നെ ഇവിടെ വെക്കണം ഗൈസ്. നമ്മൾ പണി തീർക്കാറായി. അപ്പോൾ ഗൈസ് എൻ്റെ സീക്രട്ട് റൂം എങ്ങനെയുണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്യാണ് ഗൈസ്. ഒരു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. ഫ്രണ്ട്സ് ഈ ഗെയിമിൻ്റെ പേര് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഈ ഗെയിമിൻ്റെ പേരാണ് ക്രാഫ്റ്റിംഗ് ആൻഡ് ബിൽഡിംഗ്. ഗൈസ് ഇത് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഈ പേര് പറഞ്ഞാൽ മതി ഗൈസ്.
ഓ ഗൈസ് ഷിറ്റ് പരസ്യം വന്നു ഗൈസ്. സൂപ്പിയിലൂടെ ഗൈസ് ഈ സൂപ്പിയിലൂടെ കളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പൈസ കിട്ടുന്നതാണ് പറയണത്. നമ്മളിതൊന്നും വിശ്വാസമില്ല. ഇപ്പോഴത്തെ കാലാവസ്ഥയൊക്കെ നിങ്ങൾക്കറിയാലോ, തട്ടിപ്പൊക്കെയാണ് ഗൈസ്. പണി തീരാറായി ഓൾമോസ്റ്റ്. ഗൈസ് നമ്മുടെ റൂം സെറ്റ് ഉണ്ട്. നമുക്ക് ഇവിടെ എന്താ സെറ്റ് ചെയ്യാം? ഇവിടെ എന്താ സെറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഗൈസ് നമുക്കിവിടെ ഇതാണ് ചെയ്യാം ഗൈസ്. ഗൈസ് മൂരിട്ട ഗൈസ്. വരേണ്ട ആവശ്യമില്ല. നമുക്കിവിടെ ഒരു ബാൽക്കണി വയ്ക്കാൻ പറ്റില്ല. ഇത് അണ്ടർഗ്രൗണ്ടാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ ഈ ഒരു ബെഡ്റൂം ആക്കാം ഗൈസ്. ബെഡ് കിട്ടിയിട്ടുണ്ട്. ബെഡ് നമുക്ക് ബ്ലൂ ആക്കാം ഗൈസ്. ഓ ഗൈസ് അത് എടുക്കാൻ മറന്നു ഗൈസ്. ഇതെടുക്കാം. ബെഡ് എടുത്തിട്ടുണ്ട് ഗൈസ്. അവിടെ കുറച്ച് പിന്നെ നമുക്കിവിടെ ഒരു മാറ്റ് വെക്കാം ഗൈസ്. മാറ്റ് എവിടെയാണ് ഗൈസ്? ഇതെല്ലാം ഇത് മാത്രമേ വെക്കാൻ പറ്റുള്ളൂ ഗൈസ്. ഇത് വെക്കാം. ഗൈസ് അപ്പോൾ റെഡിയാണ് ഗൈസ്. അങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. അല്ലെങ്കിൽ വേണ്ട ഗൈസ്, അത് ഞാൻ തന്നെ ചെയ്യണ്ട ഗൈസ്. നമുക്കിവിടെ ലാമ്പ് തൂക്കാൻ പറ്റുമെന്ന് നോക്കാം ഗൈസ്. തൂക്കാൻ പറ്റുമെന്ന് നോക്കാം. പറ്റി ഗൈസ്. ഇത് വേണ്ട ഇവിടെ. ഗൈസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഗൈസ് എൻ്റെ സീക്രട്ട് റൂം. ഇനി നമുക്ക് മേളിലേക്ക് പോവാം. വേറെ സീക്രട്ട് റൂം ഉണ്ടാക്കാം ഗൈസ്. ഓ ഗൈസ് അഗൈൻ പരസ്യം ഗൈസ്.
ഗൈസ് നിങ്ങൾക്ക് ക്രിക്കറ്റാണോ ഫുട്ബോളാണോ ഇഷ്ടം എന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഇവിടെ വേറെ ബെഡ്റൂം ഉണ്ട് ഗൈസ്. നമുക്ക് ഇവിടെ ചെയ്യാമല്ലോ ഗൈസ്. ഇതാണ് ബെസ്റ്റ് സ്പോട്ട്. നമുക്കിവിടെ ചെയ്യാം. ലൈറ്റ് എന്താണ് ഗൈസ് പറയാത്തത്? ഓ ഗൈസ്, ഞാൻ പേടിച്ചു ഗൈസ്. ലൈറ്റ് റെഡി ആയിട്ടുണ്ട്. ഇത്ര കുറച്ചും കൂടെ ആക്കാം. ഓ ഗൈസ്, നമുക്കൊരു പൂള് ഉണ്ടാക്കാൻ പറ്റുമോ നോക്കാം ഗൈസ്. ഒരു പൂൾ. അല്ല ഗൈസ്, ഈ സ്ഥലത്തൊക്കെ ലാമ്പാണുള്ളത്. ഇവിടെ പൊട്ടിച്ചിട്ട് നമുക്ക് ഇതാക്കാം ഗൈസ്. ഓ ഗൈസ്, റെഡിയായി ഗൈസ്. എല്ലാം പൊട്ടിക്കാം. ഇതാണ് എൻ്റെ ഗൈസ് സ്വിമ്മിംഗ് പൂൾ ഗൈസ്. കുറച്ചും കൂടി ആഴുണ്ടാക്കാം ഗൈസ്. ഒരു മിനിറ്റ് ഗൈസ്, നമുക്കൊരു ഇത്ര മതിയാവും ഗൈസ്. നല്ല പണിയാണ് ഗൈസ് ഒരു പൂളുണ്ടാക്കാൻ. നമ്മുടെ പൂൾ സെറ്റായിട്ടുണ്ട്. വെള്ളം ഒഴിക്കണം ഗൈസ്. കുറച്ചുകൂടെ ലാഡർ വയ്ക്കാൻ പറ്റുന്നില്ല ഗൈസ്.
ഫസ്റ്റ് ലാഡർ സെറ്റാണ്. പൂള് ഗൈസ്. ഗൈസ് നമ്മൾ പൂൾ സെറ്റുണ്ട്. നമുക്ക് വെള്ളം ഒഴിക്കാം. സെറ്റ് കണ്ടിന് അടിയിൽ പോയിട്ട് നമുക്ക് ഗൈസ് എങ്ങനെയുണ്ട് ഗൈസ്? സ്റ്റെപ്പൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് ഗൈസ്. കൂടെ വെള്ളം സെറ്റായി ഗൈസ്. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാം. സൂപ്പറായിട്ട് ഗൈസ്. ഗൈസ് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ പേരൊന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഗൈസ് ഇനി എൻ്റെ ഔട്ട്സൈഡ് ഒന്ന് പരിചയപ്പെടാം. ഔട്ട്സൈഡ് പരിചയപ്പെടുത്തി തരാം ഗൈസ്. ഇതാണ് ഗൈസ് എൻ്റെ വീടിൻ്റെ ഇത്. എനിക്കെൻ്റെ മേളിൽ നിന്ന് ചാടാം ഗൈസ്. ഞാനുണ്ടാക്കിയ ഒരു സാധനമാണ്. ഹൈന്ന് ചാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ മേളിലേക്ക് പോവാം ഗൈസ്. ഓൾമോസ്റ്റ് ആയി ഗൈസ്. യെസ് ഗൈസ് കിട്ടി. ഗൈസ് ഇന്ന് നമുക്കൊരു ടെസ്റ്റ് നടത്തി വെക്കാം. അങ്ങനെ ചാടുമ്പോൾ ബ്ലോക്സ് വെക്കാം. ഗൈസ്. ഓ ജസ്റ്റ് മിസ് ഗൈസ്. അപ്പുറത്തായിരുന്നു ഗൈസ്. എന്താണ് ഇവിടെ കുറേ സ്പഞ്ച് എന്ന് വെച്ചാൽ, ഈ മലമേളിൽ ഒരു വീടുണ്ടായിരുന്നു എനിക്ക്, ഒരു പഴയ വീട്. അവിടെ ഞാനൊരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയിരുന്നു. എൻ്റെ ഫ്രണ്ട് നിഹാദ് എന്ന് പറയുന്ന ഒരു കുട്ടി, ഞാൻ പറഞ്ഞില്ലേ ഗൈസ് അന്ന് എൻ്റെ ഒരു വീഡിയോ ഉണ്ട് ചാമ്പക്കേൻ്റെ, അതിൽ എൻ്റെ ഒരു ഫ്രണ്ട് തിന്നില്ലേ, അവനാണ് ഗൈസ് നിഹാദ്. അവനത് പൊട്ടിച്ചു ഗൈസ്. അപ്പോൾ വെള്ളം അടിക്ക് വന്നു. അപ്പോൾ എനിക്ക് വേറെ ചെയ്യാതെ ഞാൻ സ്പഞ്ച് വെച്ചു ഗൈസ്. അതാണ് ഇത്രയും സ്പഞ്ച് ഇവിടെ ഗൈസ്. നമുക്ക് രാവിലെ ആക്കാം ഗൈസ്. ഫ്രണ്ട്സ് അഗൈൻ പരസ്യം ഗൈസ്. ഗൈസ് സിറ്റി മൊത്തം കേടായി ഗൈസ്. ഗൈസ് ഇവിടെ ഒക്കെ നമ്മുടെ സിറ്റി ആയിരുന്നു. ഇവിടെ ആയിരുന്നു സിറ്റിൻ്റെ എൻഡിങ്. ഇതാ ഇവിടെ അല്ല, എൻഡിങ് അല്ല ഗൈസ്, തുടക്കം.
ഇതൊക്കെ എന്താണെന്നറിയോ ഗൈസ്, ഇതൊക്കെ എൻ്റെ ഫ്രണ്ട് ഉണ്ടാക്കിയെന്ന് പറഞ്ഞു എന്നെ പറ്റിക്കാൻ നോക്കി ഗൈസ്. എനിക്ക് ഒരു കൂട്ടുകാരൻ കൂടി ഉണ്ട്, ദിനു. അവനാണ് ഗൈസ് ഇത് പൊട്ടിച്ചത്. ഗൈസ് മേളിൽ നോക്കുകയാണെങ്കിൽ നല്ല ഹൈറ്റാണ് ഗൈസ്. ട്രീ ഹൗസ് നോക്കിയിട്ട് വരാം ഗൈസ്. വെള്ളത്തിൻ്റെ ഇടയിൽ സർവൈവ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം ഗൈസ്. നമ്മളിപ്പോൾ സർവൈവലാക്കാൻ പോവാണ്. എന്നിട്ട് വെള്ളത്തിൻ്റെ ഇടയിൽ നമുക്ക് എങ്ങനെ സർവൈവ് ചെയ്യാമെന്ന് നോക്കാം. ഗൈസ് സർവൈവലായിട്ടുണ്ട്. ഇനി നമുക്ക് പറക്കാനൊന്നും പറ്റില്ല. കണ്ടില്ലേ ഗൈസ്, അപ്പോൾ തന്നെ കുറേ ലൈഫ്. നമ്മൾ വെള്ളത്തിൻ്റെ ഇടയിൽ സർവൈവ് ചെയ്യാൻ പറ്റില്ല. നീന്തി ഗൈസ് നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റും ഗൈസ്. എൻ്റെ ഇതിൽ ഒരു അണ്ടർഗ്രൗണ്ട് ഗൈസ് നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല ഗൈസ്. ഓ മൈ ഗോഡ്. ഓ ഗൈസ് 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 ഈ കോഴി നോക്ക് എൻ്റെ ഫ്രൈ അടിച്ചാലോ ഗൈസ്. ഗൈസ് ഒറ്റ അടിയിൽ ചത്തുപോയി ഗൈസ്. ഗൈസ് ഞാനിപ്പോൾ വരാം. അപ്പോഴേക്കും നമുക്ക് സർവൈവലാക്കിയിട്ട് വെള്ളത്തിൻ്റെ അടിയിൽ പോകാം ഗൈസ്. ഗൈസ് നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററി എത്ര എന്നൊന്ന് പറയാം ഗൈസ്, കമൻറ്റ് ചെയ്യുക. വെള്ളത്തിൻ്റെ അടിയിൽ നിൽക്കുകയാണ് ഗൈസ്, ഞാനിപ്പോൾ വരാം. ഗൈസ് ഞാൻ വന്നു ഗൈസ്. നമുക്കിനി ഓ മൈ ഗോഡ് ഗൈസ് ഒട്ടകങ്ങൾ ഗൈസ്. ഒട്ടകറിച്ച് നല്ല ടേസ്റ്റാണ് ഗൈസ്. നിങ്ങൾ ആടുജീവിതം സിനിമ ഉണ്ടെങ്കിൽ ഒന്ന് പറയുക ഗൈസ്, കമൻറ്റ് ചെയ്യുക. നമുക്കിനി ഒരു സ്ഥലത്തേക്ക് പോകും ഗൈസ്. ഇതൊരു സീക്രട്ട് സ്ഥലമാണ് ഗൈസ്. നിങ്ങളോട് മാത്രം ഞാൻ പറയാണ് ഗൈസ്. ഞാനും എൻ്റെ ഫ്രണ്ട് നിഹാദും ജീവിച്ചിരുന്ന സ്ഥലമാണ് ഗൈസ്. അങ്ങോട്ടാണ് ഞാൻ കൊണ്ടുപോകാൻ പോകുന്നത്. പക്ഷെ നമുക്ക് കുറേ ദൂരം പോയിട്ട് സർവൈവ് ചെയ്യാൻ പറ്റും നോക്കാം. കുറേ ദൂരം പോയിട്ട് നമുക്ക് തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോകാൻ പറ്റുമോ നോക്കാം. വന്ന വഴി മറന്നു ഗൈസ്. ഗൈസ് എനിക്കിത് കാണാണ്ട് നമ്മൾ വീട്ടിലെത്തി. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എവിടെയെങ്കിലും പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആവാൻ വേണ്ടിയാണ് ഗൈസ്. പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് അടുത്തെത്തുമ്പോൾ ചിലപ്പോൾ നമ്മൾ വീടെല്ലാം വിചാരിച്ചിട്ട് പോവും. അപ്പോൾ അതിന് ഒരു അടയാളമായിട്ടാണ് ഞാൻ അത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് കാണിച്ചു തരാം, എക്സാമ്പിൾ കാണിച്ചു തരാം. അപ്പം ഞാൻ കുറേ ദൂരത്താണ് നിൽക്കുന്നത് ഗൈസ്.
പക്ഷെ ഇപ്പോഴും എനിക്കത് കാണാൻ പറ്റുന്നുണ്ട്. ഈ സർക്കിൾ എങ്ങോട്ടാണ് പോകുന്നത് അവിടെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ഗൈസ്. അപ്പം എൻ്റെ വീട് എത്തിയെന്ന് എനിക്ക് മനസ്സിലായി. അതിലാണ് ഞാൻ ഈ സ്പഞ്ച് കൊണ്ട് ഇത്രയും മേളിൽ കൊണ്ടുപോയി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഗൈസ് അടുത്ത വീഡിയോയിൽ കാണാം. ഉറങ്ങാൻ സമയമായി. അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ഗൈസ് ആ ലൈക്ക് ബട്ടണും സബ്സ്ക്രൈബും ചെയ്യുക ഗൈസ്. കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്യാവുന്നതാണ്. ഗുഡ് ബൈ.